ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മക്ക ഗാഢനിദ്രയിലായിരുന്നു. ഖുറൈശികൾ നല്ല ഉറക്കത്തിലാണ്. തിരുമേനി മാത്രം കുറച്ചു ഉറങ്ങിയ ശേഷം എണീറ്റ് നമസ്കാരത്തിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും തേങ്ങലും കേട്ട് നിദ്രയുണർന്ന സഹധർമ്മിണിക്ക് സഹതാപം തോന്നി. കുറച്ച് ഉറങ്ങിക്കോളൂ എന്ന് ആ സ്നേഹമായി ഉപദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിദ്രയുടെ കാലം കഴിഞ്ഞു ഖദീജ. നബിയുടെ പ്രബോധനം ഖുറൈശികളെ നിദ്രാവിഹീനരാക്കാൻ പോകുന്നതേയുള്ളൂ. പ്രബോധനം തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. രഹസ്യപ്രവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. കുറച്ചു വ്യക്തികളെ വിശ്വസിച്ചിട്ടുള്ളൂ. നബിയോട് സ്നേഹാദരങ്ങൾ പുലർത്തുന്നവരും ഇസ്ലാമികാനുഭാവം ഉള്ളിലൊതുക്കി നടക്കുന്നവരും അമുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സാമൂഹ്യാചാരങ്ങളുടെയും പാരമ്പര്യ വിശ്വാസങ്ങളുടെയും സമ്മർദ്ദത്തിൽപ്പെട്ട് അവർ ശങ്കിച്ചു നിൽക്കുകയാണെന്ന് മാത്രം. നബിയുടെ പിതൃവ്യനും മുലകുടി ബന്ധമുള്ള സഹോദരനുമായ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഈ വിഭാഗത്തിൽപ്പെടുന്നു. നബിയുടെ സ്വഭാവമഹിമയും ജീവിതശുദ്ധിയും ഹംസ റളിയല്ലാഹു അൻഹുവിനെ നേരിട്ടറിയാം. പിതൃവ്യനും സഹോദരപുത്രനും എന്ന ബന്ധം മാത്രമല്ല അവർ തമ്മിലുള്ളത്. സമപ്രായക്കാരായ അവർ മിത്രങ്ങൾ കൂടിയാണ്. ചെറുപ്പം മുതൽ ഒരുമിച്ചാണ് അവർ വളർന്നത്. യുവത്വം ജീവിതത്തിൻ്റെ വ്യത്യസ്ത വഴിത്താരകളിലേക്ക് അവരെ നയിച്ചുവെങ്കിലും ഹംസ റളിയല്ലാഹു അൻഹുവിന് നബിയോടുള്ള സ്നേഹമോ അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയോടുള്ള ആദരവോ കുറഞ്ഞിട്ടില്ല. ഭൗതികാഡംബരങ്ങളിൽ സമപ്രായക്കാരെ കവച്ചുവെക്കാനും മക്ക നേതാക്കന്മാരുടെയും ഖുറൈശി നായകന്മാരുടെയും കൂട്ടത്തിൽ സ്ഥാനം നേടാനും ഹംസ റളിയല്ലാഹു അൻഹു താൽപ്പര്യം കാണിച്ചപ്പോൾ ബഹളങ്ങളിൽ നിന്ന് വിട്ടുമാറി ധ്യാനത്തിലും ആത്മശുദ്ധീകരണത്തിലും ഏകാഗ്ര ചിന്തയിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചത്. അന്നു പ്രഭാതത്തിൽ പതിവ് പോലെ ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങി. കഅബക്കരികെ ഒരു സംഘം ഖുറൈശി പ്രമുഖന്മാർ സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം ചെന്നിരുന്നു. മുഹമ്മദാണ് അവരുടെ ചർച്ചാ വിഷയം. തൻ്റെ സഹോദരപുത്രൻ അവരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്ന് അന്ന് ആദ്യമായാണ് മനസ്സിലാക്കിയത്. അവരുടെ എതിർപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആഴം അവിടെ നടന്ന സംസാരത്തിലൂടെ അദ്ദേഹം ഗ്രഹിച്ചു. തുടക്കത്തിൽ മുഹമ്മദിനെ അവർ അവഗണിച്ചതായിരുന്നു. ഇപ്പോൾ ഗൗരവം ബോധ്യമായപ്പോൾ പോംവഴികൾ ചിന്തിക്കുകയും ചെയ്യുന്നു. ഹംസയ്ക്ക് ചിരിയാണ് വന്നത്. അവരുടെ അമിതമായ ഭയാശങ്കകൾ അസ്ഥാനത്താണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടപ്പോൾ അബൂജഹൽ എതിർത്തു. മുഹമ്മദിനെ കൊണ്ടുള്ള അപകടം ആരെക്കാളും നന്നായി ഹംസക്കറിയാം. അതിൻ്റെ ഗൗരവം കുറച്ചു കാണിച്ച് ഖുറൈശികളെ നിഷ്ക്രിയരാക്കാനാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാവം. ഒടുവിൽ നമ്മുടെ പിടുത്തം വിടുകയും മുഹമ്മദിൻ്റെ പ്രസ്ഥാനം നമ്മളെ അടിമപ്പെടുത്തുകയും ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കണ്ണു തുറക്കുക. അബൂജഹൽ കൂട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകി. അവർ ചർച്ച തുടർന്നെങ്കിലും ഹംസ റളിയല്ലാഹു അൻഹു വേണ്ടത്ര താൽപ്പര്യം കാണിച്ചില്ല. സഭ പിരിഞ്ഞ് ആളുകൾ പല വഴിക്കും പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പഴയതും പുതിയതുമായ ആശയങ്ങളുടെ സംഘട്ടനം നടക്കുകയായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. നബിയുടെ പ്രബോധനത്തോടുള്ള ഖുറൈശികളുടെ ഉത്കണ്ഠ വളർന്നുകൊണ്ടിരുന്നു. ഹംസ സംഭവവികാസങ്ങളെ വിട്ടുനിന്ന് വീക്ഷിക്കുകയായിരുന്നു. പ്രബോധനത്തിൽ തിരുമേനി കാണിച്ച ആത്മാർത്ഥതയും ഉത്സാഹവും ഖുറൈശികളെ പോലെ ഹംസയെയും അത്ഭുതപ്പെടുത്തി. നബിയുടെ പ്രവാചകത്വത്തിൽ ആർ സംശയിച്ചാലും ഹംസ റളിയല്ലാഹു അൻഹു സംശയിക്കാൻ വഴിയില്ല. അത്രയ്ക്ക് തിരുമേനിയെ ചെറുപ്പം മുതലേ അടുത്തറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. പുഴുക്കുത്തില്ലാത്ത ആ ജീവിതവും സർവാദരണീയങ്ങളായ സ്വഭാവ ഗുണങ്ങളും മറ്റാരെക്കാളും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ബുദ്ധിശക്തിയിലും അദ്ദേഹം മികച്ചു നിന്നിരുന്നു. എന്നിരിക്കെ അദ്ദേഹം നബിയിൽ വിശ്വസിക്കാൻ വൈകുന്നതിന് നീതീകരണമില്ല. ഹംസ റളിയല്ലാഹു അൻഹു പതിവ് പോലെ അന്നും അമ്പും വില്ലും എടുത്ത് തൻ്റെ ഇഷ്ടവിനോദവും വ്യായാമവുമായി വേട്ടയ്ക്ക് പുറപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ കഅബ തവാഫ് ചെയ്തിട്ടേ അദ്ദേഹം വീട്ടിലേക്ക് തിരിക്കാറുള്ളൂ. അന്നും ആ പതിവ് തെറ്റിച്ചില്ല. കഅബയുടെ സമീപം അബ്ദുല്ലാഹി ഇബ്നു ജൂദിൻ്റെ ഒരു അടിമ അദ്ദേഹത്തെ കണ്ടുമുട്ടി. കാണേണ്ട താമസം. ആ സ്ത്രീ ഹംസയോട് ഇപ്രകാരം പറഞ്ഞു, അബൂ ഉമാറ, ഇത് ഹംസയുടെ ഒരു അപരനാമമാണ്. അങ്ങയുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ അല്പം മുമ്പ് അബുൽ ഹക്കം ബിനു ഹിഷാം ചെയ്തത് അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ. മുഹമ്മദ് ഇരിക്കുമ്പോൾ അയാൾ ചെന്ന് പുലഭ്യം പറയുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. നബിയെ അബൂജഹൽ ചെയ്തത് ദാസി വിവരിച്ചു കൊടുത്തു. ഹംസ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഒരു നിമിഷം ചിന്തിച്ചു നിന്ന ശേഷം വില്ല് തോളിലിട്ട് കഅബയെ ലക്ഷ്യമാക്കി ധൃതിയിൽ നടന്നു. അബൂജഹൽ അവിടെ ഉണ്ടാവുമെന്നറിയാം. ഊഹം പിഴച്ചില്ല. കഅബയുടെ അങ്കണത്തിൽ ഏതാനും ഖുറൈശി നേതാക്കന്മാരുടെ നടുവിലായി അയാൾ ഇരിക്കുന്നത് കണ്ടു. ഹംസ നേരെ ചെന്ന് വില്ലെടുത്ത് അയാളുടെ തലക്കടിച്ചു. തല പൊട്ടി ചോരയൊഴുകി. സംഗതി മനസ്സിലാവാതെ സദസ്യർ മിഴിച്ചു നിൽക്കെ ഹംസ അലറി, മുഹമ്മദിനെ പുലഭ്യം പറയുകയോ? ഞാൻ അവൻ്റെ മതക്കാരനാണ്. അവൻ്റെ വാദം തന്നെയാണ് എൻ്റേതും. നിങ്ങൾ എന്നെ പുലഭ്യം പറയൂ, കേൾക്കട്ടെ. ഖുറൈശി പ്രമുഖന്മാർ തങ്ങളുടെ നേതാവിന് കിട്ടിയ പ്രഹരവും അവഹേളനവും ഒരു നിമിഷം മറന്നു.
ഹംസ മുഹമ്മദിൻ്റെ മതക്കാരനാണത്രേ. ആ പ്രഖ്യാപനം കേട്ട് അവർ സ്തംഭിച്ചിരുന്നുപോയി. ഹംസ മുസ്ലിമാവുക, ഖുറൈശികളുടെ ധീരനും ശക്തനുമായ യോദ്ധാവ് തങ്ങളെ പിരിയുക. ഖുറൈശികൾക്ക് അത് ചിന്തിക്കാനും കൂടി കഴിഞ്ഞില്ല. ഹംസയുടെ മതം മാറ്റം പല പ്രഗത്ഭ വ്യക്തികളെയും ആ വഴിക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. മുഹമ്മദിന് ശക്തിയും പ്രതാപവും കൈവരും. അതോടെ തങ്ങളുടെ പദവിയും പ്രതാപവും തകരും. അബൂജഹൽ രക്തം തുടക്കുകയും ഖുറൈശി നായകന്മാർ അന്താളിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ വില്ലു തോളിൽ തൂക്കി ഹംസ ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ നടന്നുപോയി. പക്ഷേ ചിന്തകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയെ. ഏകാകിയും നിസ്സഹായയുമായ തൻ്റെ സഹോദരപുത്രനു മർദ്ദനമേറ്റപ്പോൾ രക്തം തിളച്ചു. ഹാഷിം ഗോത്രത്തിൻ്റെ മാനം തകർന്നതായി തോന്നിയപ്പോൾ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അബൂജഹലിനോട് പകരം വീട്ടി. ഇത്രത്തോളം ശരിയാണ്. പക്ഷേ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചത് ക്ഷോഭത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒരു ദുർബല നിമിഷത്തിലാണോ നിർണായകമായി തീരുമാനം കൈക്കൊള്ളേണ്ടത്? വികാരങ്ങൾക്ക് വശംവദനാവാതെ അവധാനപൂർവ്വം ചിന്തിച്ചു വേണ്ടേ ഇത്തരം ഒരു തീരുമാനത്തിലെത്താൻ? ദേഷ്യമടങ്ങിയപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ശാന്തമായി ചിന്തിച്ചു. പാരമ്പര്യ മതത്തെയും ഇസ്ലാം മതത്തെയും ബുദ്ധിയിൽ മാറ്റുരച്ചു നോക്കി. അപ്പോൾ പല സംശയങ്ങളും നാമ്പെടുത്തു വന്നു. പാരമ്പര്യ മതത്തിലേക്കു തന്നെയാണു മനസ്സിൻ്റെ മുൻതൂക്കം. കഅബ, അവിടുത്തെ പ്രതിഷ്ഠകൾ, തന്മൂലം ഖുറൈശികൾക്ക് മക്കൾക്ക് പൊതുവേയും കൈവന്ന പദവിയും പ്രസിദ്ധിയും, ഇതിനെപ്പറ്റിയെല്ലാം ചിന്തിച്ചപ്പോൾ മതം മാറാൻ വിഷമം തോന്നി. ദിവസങ്ങൾ നീങ്ങി. അദ്ദേഹം സത്യാന്വേഷണ ചിന്ത കൈവെടിഞ്ഞില്ല. ബുദ്ധിയുടെ അപര്യാപ്തത മനസ്സിലാക്കി അദ്ദേഹം അദൃശ്യശക്തിയെ അഭയം പ്രാപിച്ചു. കഅബയിൽ പോയി തനിക്കു സത്യമാർഗം കാണിച്ചു തരണേ എന്നു കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഈ രംഗം ഹംസ റളിയല്ലാഹു അൻഹു തന്നെ വിവരിക്കുന്നത് കാണുക. പിന്നീട് എൻ്റെ മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും മതം വെടിഞ്ഞതിൽ എനിക്ക് ഖേദം തോന്നി. ആശയക്കുഴപ്പങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഉറക്കം വന്നില്ല. അങ്ങനെ ഞാൻ കഅബയിൽ ചെന്നു എനിക്കു സത്യം കാണിച്ചു തരികയും ആശയക്കുഴപ്പം നീങ്ങുകയും ചെയ്യണമെന്ന് ദൈവത്തോട് കേണപേക്ഷിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടു. എൻ്റെ ഹൃദയത്തിൽ ഉറപ്പു വന്നു. തുടർന്ന് ഞാൻ പ്രവാചക സന്നിധിയിൽ ചെന്ന് എൻ്റെ സ്ഥിതി ധരിപ്പിച്ചു. എൻ്റെ ഹൃദയത്തെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിന് ദൃഢമായ ഇസ്ലാമിക വിശ്വാസം കൈവന്നു. ഇസ്ലാമിന് ഒരു വിജയമായിരുന്നു അത്. നബിയെയും ദുർബല അനുയായികളെയും സഹായിക്കാൻ അദ്ദേഹം ഒരു ശക്തിയായി നിലകൊണ്ടു. എന്നാൽ ഹംസയുടെ മാറ്റം അബൂജഹലിനെ പൂർവാധികം കോപാകുലനും പ്രതികാരദാഹിയുമാക്കി. നബിയെയും ശിഷ്യന്മാരെയും കഴിയുന്ന രീതിയിലെല്ലാം ഉപദ്രവിക്കാൻ അയാൾ ഖുറൈശികളെ പ്രേരിപ്പിക്കുമായിരുന്നു. ഒരു ആഭ്യന്തര യുദ്ധത്തിനു കളമൊരുക്കുക കൂടി ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹുവിന് എല്ലാ മർദ്ദനങ്ങളെയും തടുക്കാൻ കെൽപ്പുണ്ടായിരുന്നില്ലെങ്കിലും മുസ്ലിങ്ങൾക്ക് അദ്ദേഹം താങ്ങും തണലുമായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെയും പിന്നീട് ഉമറുൽ ഫാറൂഖിൻ്റെയും മതപരിവർത്തനം പല ഗോത്രങ്ങളെയും ഇസ്ലാമിലേക്കു ആകർഷിക്കാൻ കാരണമാക്കി. ഇസ്ലാമിൽ വന്നതുമുതൽ ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ ആരോഗ്യവും ശക്തിയും ആയുസ്സും ദൈവമാർഗത്തിൽ വിനിയോഗിക്കുമെന്ന് ശപഥം ചെയ്തു. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സിംഹം എന്ന കീർത്തിനാമം തിരുമേനി അദ്ദേഹത്തിനു നൽകി. മുസ്ലിങ്ങളും മുശ്രിക്കുകളും ബദറിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ സിംഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ദയനീയമായ പരാജയത്തിൻ്റെ വേദനയും പേറിയാണ് ഖുറൈശി ഭടന്മാർ ബദറിൽ നിന്നും മക്കയിൽ മടങ്ങിയെത്തിയത്. മാനഹാനി കൊണ്ട് അബൂ സുഫിയാന് തലയുയർത്തി നടക്കാൻ കഴിഞ്ഞില്ല. അബൂജഹൽ, ഉഖ്ബത്ത് ബിൻ റബീഅ, ഷൈബത്ത് ബിൻ റബീഅ, ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉഖ്ബത്ത് ബിൻ അബി മുഅയ്യത്ത്, അസ്വദ് ബിനു അബ്ദുൽ അസദ് അൽ മഖ്സൂമി, വലീദ് ബിനു ഉത്ബത്ത്, നസർ ബിനു ഹാരിസ്, ആസ് ബിനു സഈദ്, തോമത്ത് ബിനു അദിയ് തുടങ്ങിയ അനേകം ഖുറൈശി നേതാക്കളുടെയും പ്രമുഖന്മാരുടെയും മൃതദേഹം ബദർ രണാങ്കണത്തിൽ ഉപേക്ഷിച്ചാണ് താൻ തിരിച്ചെത്തിയതെന്ന് ഓർത്തപ്പോൾ അയാളിൽ കോപവും നൈരാശ്യവും ആളിക്കത്തി. ഈ പരാജയത്തിൻ്റെ അപമാനം കഴുകിക്കളയാനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബന്ധുക്കൾക്കു വേണ്ടി പകരം ചോദിക്കാനും അയാൾ ഖുറൈശികളും ശക്തി സംഭരിച്ചു. അങ്ങനെ ഉഹദ് യുദ്ധത്തിനു കളമൊരുങ്ങി. ഖുറൈശികൾ അവരുടെ എല്ലാ ശക്തിയും കേന്ദ്രീകരിച്ചാണ് നിൽപ്പ്. പോരാത്തതിന് ഖുറൈശികളോട് സൈനിക കരാറിൽ ഏർപ്പെട്ട ഗോത്രങ്ങളും കൂട്ടിനുണ്ട്. അബൂ സുഫിയാനാണ് സൈന്യാധിപൻ. പ്രധാനമായും 2 വ്യക്തികളായിരുന്നു ഈ യുദ്ധത്തിൽ ഖുറൈശി നേതാക്കന്മാരുടെ ഉന്നം: നബിയും ഹംസയും. നബിയെ കഴിച്ചാൽ അവർക്കു ഏറ്റവും ശത്രുത ഹംസയോടാണെന്നും യുദ്ധത്തിനു മുമ്പുള്ള അവരുടെ പ്രസ്താവനകളും ഗൂഢാലോചനകളും തെളിയിക്കുന്നുണ്ട്. ഹംസയെ കൊല്ലാൻ ശത്രുക്കൾ ഒളിയേറിൽ വിദഗ്ധനായ വഹ്ഷി എന്ന നീഗ്രോ അടിമയെ കാലേ കൂട്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ ഗതി എന്തുമാവട്ടെ, ഹംസയെ കൊല്ലുന്നതിൽ മാത്രമായിരിക്കണം അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നായിരുന്നു നിർദ്ദേശം.
ജുബൈർ ബിനു മുത്ഇമിൻ്റെ അടിമയായിരുന്ന വഹ്ഷിക്ക് ഈ ലക്ഷ്യം സാധിച്ചാൽ മോചന വാഗ്ദാനം ചെയ്യപ്പെട്ടു. ജുബൈറിൻ്റെ പിതൃവ്യൻ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അബൂ സുഫിയാൻ്റെ ഭാര്യയും ഉത്ബത്തിൻ്റെ മകളുമായ ഹിന്ദും മോഹന വാഗ്ദാനങ്ങൾ നൽകി വഹ്ഷിയെ പ്രേരിപ്പിച്ചു. ബദറിൽ പിതാവും പിതൃവ്യനും സഹോദരനും സുപുത്രനും നഷ്ടപ്പെട്ട ഹിന്ദ് ഇവരിൽ ചിലർ വധിക്കപ്പെട്ടത് ഹംസയുടെ കൈകൊണ്ടാണെന്നും മനസ്സിലാക്കിയിരുന്നു. മേൽ വിവരിച്ച കാരണങ്ങളാൽ ഉഹദ് യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഹംസയുടെ ശിരസ്സായിരുന്നുവെന്നും പറയുന്നതിൽ തെറ്റില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. തലയിൽ ഒട്ടകപക്ഷിയുടെ തൂവൽ വീരമുദ്രയായി ചൂടിയ ഹംസ പോർക്കളത്തിൻ്റെ നടുവിൽ ഊർജ്ജസ്വലതയോടെ പൊരുതിക്കൊണ്ടിരുന്നു. പല ശത്രുഭടന്മാരും അദ്ദേഹത്തിൻ്റെ ആയുധത്തിനിരയായി നിലം പതിച്ചു. മുസ്ലിങ്ങൾ വിജയത്തിൻ്റെ വക്കോളമെത്തി. ഖുറൈശി സേനാവിഭാഗങ്ങൾ പലതും തോറ്റ് പിന്മാറിക്കൊണ്ടിരുന്നു. പക്ഷേ കുന്നിന്മേൽ നബി കാവൽ നിർത്തിയിരുന്ന വില്ലാളികൾ തോറ്റോടുന്ന ശത്രുക്കളുടെ യുദ്ധസ്വത്ത് കൈക്കലാക്കാനുള്ള വ്യഗ്രതയിൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സംഗതി ആകെ തകിടമറിഞ്ഞു. അവർ അത് ചെയ്തിരുന്നില്ലെങ്കിൽ ഉഹദ് രണഭൂമി ഖുറൈശികളുടെ മുഴുവൻ ശ്മശാനമായി മാറുമായിരുന്നു. എന്നാൽ മുസ്ലിം കാവൽക്കാരുടെ ഈ നയവൈകല്യം ശത്രുക്കൾ ശരിക്കും ചൂഷണം ചെയ്തു. അവർ വിജനമായ കുന്നിലൂടെ വന്ന് മുസ്ലിങ്ങളോടുള്ള രക്തദാഹം തീർത്തു. ഖുറൈശികൾ തോറ്റോടുന്നത് കണ്ട് താഴെ വെച്ച ആയുധങ്ങൾ വീണ്ടും അണിഞ്ഞ് മുസ്ലിങ്ങൾ പ്രതിരോധ നിര പുനഃസംഘടിപ്പിച്ചെങ്കിലും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നഷ്ടം അപ്പോഴേക്ക് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അപകടം മനസ്സിലാക്കിയ ഹംസ പൂർവാധികം ശക്തിയോടും ആവേശത്തോടും കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം 4 ഭാഗത്തേക്കും വാൾ വീശി. എന്നാൽ കുറച്ചകലെ വഹ്ഷി തന്നെ ഉന്നം വെച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ രംഗം വഹ്ഷി തന്നെ വിവരിക്കുന്നത് കാണുക. നീഗ്രോകളെപ്പോലെ ഒളിയേറിൽ വിദഗ്ധനായിരുന്ന എൻ്റെ ഉന്നം പിഴക്കാറില്ല. യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ ഹംസയെ നോട്ടമിട്ടു. ജനമധ്യത്തിൽ ഒരു കൂറ്റൻ ഒട്ടകത്തെപ്പോലെ നിന്നു അദ്ദേഹം വാൾ വീശുന്നത് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. മുമ്പിൽ കണ്ടവരെയൊക്കെ അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. ഞാൻ തക്കം നോക്കി ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു. അപ്പോഴേക്ക് സിബാബിനു അബ്ദുൽ ഉസ്സ എന്ന ഒരാൾ ഹംസയുടെ നേർക്ക് ഓടി. അയാൾ അടുത്തെത്തേണ്ട താമസം. ഹംസ ഒരൊറ്റ വെട്ടിനും 2 കഷ്ണമാക്കി. ഈ സമയം ഞാൻ ഉളി വീശി അദ്ദേഹത്തെ സൂത്രം വെച്ച് എറിഞ്ഞു. അത് നാഭിക്ക് തറച്ചു. കാലുകൾക്കിടയിലൂടെ അറ്റം പുറത്തു ചാടി. അദ്ദേഹം എൻ്റെ നേരെ ഓടാൻ ശ്രമിച്ചെങ്കിലും പ്രജ്ഞയേറ്റ് നിലം പതിച്ചു മരണമടയുകയും ചെയ്തു. അനന്തരം ഞാൻ ചെന്ന് ഉളി എടുത്ത് ക്യാമ്പിൽ ചെന്നിരുന്നു. എനിക്ക് മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. മോചനം കിട്ടാനാണ് ഞാൻ അദ്ദേഹത്തെ കൊന്നത്. മക്കയിലെത്തിയ ഞാൻ മോചിതനായി. അവിടെ താമസിച്ചു കൊണ്ടിരിക്കെ മക്ക വിജയ ദിവസം നബി വന്നപ്പോൾ ഞാൻ തായിഫിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ തായിഫ് പ്രതിനിധി സംഘം ഇസ്ലാം മതം പ്രഖ്യാപിക്കാനായി നബിയുടെ അടുക്കലേക്ക് പുറപ്പെട്ടപ്പോൾ എനിക്ക് അവിടെയും രക്ഷയില്ലാതായി. ഷാമിലേക്കോ യമനിലേക്കോ മറ്റോ ഓടാമെന്ന് ഞാൻ മനസ്സിൽ കരുതി. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ നബി ആരെയും കൊല്ലുകയില്ലെന്ന് ഒരാൾ എന്നെ ഉപദേശിച്ചു. ഞാൻ തൽക്ഷണം പുറപ്പെട്ടു. മദീനയിൽ നബിയുടെ സന്നിധിയിൽ ചെന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചപ്പോഴേ അദ്ദേഹം എന്നെ കണ്ടുള്ളൂ. നീ വഹ്ഷിയല്ലേ എന്നു തത്സമയം അദ്ദേഹം എന്നോട് ചോദിച്ചു. അതെ എന്നു ഞാൻ പറഞ്ഞപ്പോൾ ഹംസയെ കൊന്നത് എങ്ങനെയായിരുന്നുവെന്ന് വിവരിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അത് വിവരിച്ചു. എൻ്റെ സംസാരം കഴിഞ്ഞപ്പോൾ നിന്റെ മുഖം എന്നെ കാണിക്കരുത് എന്ന് നബി എന്നോട് പറഞ്ഞു. നബി ഇഹലോകവാസം വെടിയുന്നതുവരെ ഞാൻ തിരുമേനിയെ കാണാതെ ഒളിച്ചും മാറിയുമാണ് നടന്നിരുന്നത്. അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും സിംഹമായ ഹംസ രക്തസാക്ഷിയായി നിലം പതിച്ചു. അദ്ദേഹം മരിച്ചിട്ടും ശത്രുക്കൾക്ക് അരിശം തീർന്നില്ല. അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദിൻ്റെ നിർദ്ദേശപ്രകാരം വഹ്ഷി അദ്ദേഹത്തിൻ്റെ നെഞ്ച് കുത്തിപ്പിളർന്ന് കരളെടുത്തു കൊടുത്തു. ഇനാമായി വഹ്ഷിക്ക് അവരുടെ സ്വർണ്ണാഭരണങ്ങളും വൈരമാലയും കിട്ടി. കരൾ ചവച്ചു തുപ്പി പ്രതികാരദാഹം ശമിക്കുമ്പോൾ ബദറിനു ഞങ്ങൾ നിങ്ങളോട് പകരം വീട്ടി. പിതാവും സഹോദരനും പിതൃവ്യനും പുത്രനും കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ ചെയ്ത ശപഥം നിറവേറി. വഹ്ഷി എൻ്റെ പ്രതികാരദാഹം തീർത്തു എന്നിങ്ങനെ ഹിന്ദ് പാടിക്കൊണ്ടിരുന്നു. യുദ്ധം അവസാനിച്ചു. ഖുറൈശികൾ മക്കയിലേക്ക് തിരിച്ചുപോയി. നബിയും അനുയായികളും യുദ്ധക്കളത്തിൽ നടന്നു രക്തസാക്ഷികളെ പരതുകയാണ്. അള്ളാഹുവിനു വേണ്ടി ജീവൻ ത്യജിച്ച പുണ്യാത്മാക്കളുടെ മുഖങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നതിനിടയിൽ നബി ആ ഭീകര കാഴ്ച കണ്ടു. അദ്ദേഹം പല്ലുറുമ്പി കണ്ണടച്ചു. തൻ്റെ പിതൃവ്യൻ്റെ മൃതദേഹം ക്രൂരമായി കടിച്ചു കീറി വികൃതമാക്കിയിരിക്കുന്നു. അവയവങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ മൃതദേഹത്തെ നോക്കി ഒരു നെടുവീർപ്പിട്ട് ഇപ്രകാരം പറഞ്ഞു: ഇതുപോലെ എന്നെ കുപിതനാക്കിയ ഒരു രംഗം ജീവിതത്തിലുണ്ടായിട്ടില്ല.
ശിഷ്യന്മാരോടായി തിരുമേനി തുടർന്നു. ഹംസയുടെ സഹോദരി സഫിയ വേദനിക്കുമെന്നും എൻ്റെ ശേഷം ഒരു കീഴ്വഴക്കമായി മാറുമെന്നും ഭയമില്ലായിരുന്നുവെങ്കിൽ ഈ മൃതദേഹം വന്യമൃഗങ്ങളുടെ വയറ്റിലും പക്ഷികളുടെ മേടകളിലും എത്താൻ ഞാൻ ഇവിടെ തന്നെ ഇടുമായിരുന്നു. ഖുറൈശികളോടുള്ള ഏതെങ്കിലും യുദ്ധത്തിൽ അള്ളാഹു എനിക്ക് വിജയം തന്നാൽ അവരിൽ നിന്ന് 30 പേരെ ഞാൻ അംഗച്ഛേദം ചെയ്യും തീർച്ച. ഈ സമയം സ്വഹാബികൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അള്ളാഹു സത്യം, ഏതെങ്കിലും കാലത്ത് അള്ളാഹു ഞങ്ങളെ വിജയിപ്പിച്ചാൽ അവരെ ഞങ്ങൾ അറബികൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം അംഗച്ഛേദം ചെയ്യാതിരിക്കയില്ല. എന്നാൽ ഹംസയെ രക്തസാക്ഷിത്വം കൊണ്ട് അനുഗ്രഹിച്ച അള്ളാഹു ഈ സംഭവത്തെ ശാശ്വതമായ ഇസ്ലാമിക നീതിയുടെ മഹത്തായ ഒരു പാഠം പഠിപ്പിക്കാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തി. നബിമേൽ പ്രസ്താവന ചെയ്ത സ്ഥലം വിടുന്നതിന് മുമ്പ് ഖുർആൻ വചനങ്ങൾ ഇറങ്ങി. ജ്ഞാനം കൊണ്ടും സതുപദേശം കൊണ്ടും നീ നിന്റെ നാഥൻ്റെ മാർഗത്തിലേക്ക് വിളിക്കണം. നല്ല രീതിയിൽ നീ അവരുമായി വാഗ്വാദം നടത്തുക. അള്ളാഹുവാണ് അവൻ്റെ മാർഗത്തിൽ നിന്നു വ്യതിചലിച്ചവരെ പറ്റി കൂടുതൽ അറിയുന്നവൻ. സന്മാർഗികൾ ആരെന്ന് കൂടുതൽ അറിയുന്നതും അള്ളാഹുവാണ്. നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ നിങ്ങളനുഭവിച്ച ശിക്ഷയ്ക്കു തുല്യം ശിക്ഷിക്കുകയും എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമാശീലർക്ക് ഭൂഷണം അതാണ്. നീ ക്ഷമിക്കുക. അള്ളാഹുവിനെ ഓർത്ത് മാത്രമാണ് നീ ക്ഷമിക്കുന്നത്. അവരെപ്പറ്റി നീ ദുഃഖിക്കരുത്. അവരുടെ ഉപജാപങ്ങൾ ഓർത്ത് നീ അലോസരപ്പെടരുത്. ഭക്തരുടെയും സദ്വൃത്തരുടെയും കൂടെയാണ് അള്ളാഹു. തിരുമേനി യുദ്ധഭൂമിയിൽ നിന്ന് സ്വവസതിയിലേക്ക് മടങ്ങി. വഴിക്കുവെച്ച് അബ്ദുൽ അഷ്ഹലിൻ്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ രക്തസാക്ഷികളെയോർത്ത് വിലപിക്കുന്നത് കണ്ട് പിതൃവ്യനെ ഓർമ്മ വന്ന നബി ഇപ്രകാരം പറഞ്ഞു, ഹംസക്ക് കരയാൻ സ്ത്രീകളില്ല. ഇത് കേട്ട സഅദ് ബിൻ മുആദ് പിതൃവ്യനു വേണ്ടി കരഞ്ഞാൽ തിരുമേനിക്കു സന്തോഷമാവുമെന്ന് കരുതി അബ്ദുൽ അഷ്ഹലിൻ്റെ കുടുംബത്തിലെ സ്ത്രീകളോട് ഹംസയുടെ പേർ പറഞ്ഞ് കരയാൻ ആവശ്യപ്പെട്ടു. അവർ കരഞ്ഞു. അത് കേട്ട് തിരുമേനി അവരെ വിലക്കി. ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ തിരിച്ചു പോകൂ. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ വിലാപം വേണ്ട. നബിയുടെ ഹൃദയത്തിനേറ്റ മുറിവ് അഗാധമായിരുന്നുവെങ്കിലും കോരിത്തരിപ്പിക്കുന്ന ഒരു രംഗം അദ്ദേഹത്തിൽ ഒട്ടൊക്കെ സ്വാന്തനം പകർന്നു. വീട്ടിലേക്ക് മടങ്ങും വഴി ബനു നിദാർ ഗോത്രക്കാരിയായ ഒരു സ്ത്രീയെ നബി കാണാനിടയായി. അവരുടെ പിതാവും ഭർത്താവും സഹോദരനും യുദ്ധത്തിൽ ഷഹീദായിരുന്നു. മുസ്ലിങ്ങൾ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീ ഉത്കണ്ഠയോടെ ഓടിച്ചെന്ന് യുദ്ധവിവരങ്ങൾ അന്വേഷിച്ചു. ഭർത്താവും പിതാവും സഹോദരനും രക്തസാക്ഷികളായ വിവരം അറിയിച്ചപ്പോൾ ആ ധീരവനിതയുടെ ജിജ്ഞാസാഭരിതമായ ചോദ്യം, നബി തിരുമേനി എന്തു ചെയ്യുന്നു? അവർ ഇപ്രകാരം മറുപടി നൽകി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഭവതി ആഗ്രഹിക്കുന്ന പോലെ തന്നെ. തിരുമേനി എവിടെ? ഞാൻ ഒന്ന് കാണട്ടെ, സ്ത്രീ ആവശ്യപ്പെട്ടു. നബി അടുത്തെത്തിയപ്പോൾ അവർ ചെന്നു ഇவ்விധം പറഞ്ഞു, അങ്ങ് രക്ഷപ്പെട്ടാൽ മറ്റു നഷ്ടങ്ങളൊന്നും സാരമില്ല. നബിയുടെ ഹൃദയം വികസിച്ചു. ഒരു ദുർബല സ്ത്രീ ഒറ്റയടിക്ക് ഭർത്താവും പിതാവും സഹോദരനും നഷ്ടപ്പെട്ടിട്ടു കൂടി അത് സാരമാക്കാതെ തിരുമേനിക്ക് വല്ലതും പറ്റിയോ എന്നാണ് ചോദിക്കുന്നത്. സ്വാന്തനത്തിനു ഇതിലേറെ എന്തു വേണം?